ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ കുക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണാവോ കാലി കുക്കർ കാണിക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കറിൽ ആദ്യം തന്നെ ബീഫ് കറി ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ അളവിൽ എല്ലോട് കൂടിയ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. വിനാഗിരിയും ഉപ്പും ചേർത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മസാലക്കൂട്ട് വേണം, പച്ചമസാല, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ബീഫ് കറി ഉണ്ടാക്കുന്ന വിധം ഞാൻ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പം ആവശ്യമുള്ളവർക്ക് അത് നോക്കി ബീഫ് കറിയുടെ വിധം മനസ്സിലാക്കാം. 2-3 തരത്തിൽ ഞാൻ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് ചതച്ചെടുത്തു. പച്ചമസാല ചേർത്തു. ബീഫിലേക്ക് മുളക് പൊടി ഒരു 2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടി 1 ടീസ്പൂൺ അളവിൽ ചേർത്തു. ഇത് ഇറച്ചി മസാലപ്പൊടിയാണ്, അതും 1 ടീസ്പൂൺ അളവിൽ. ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ചേർത്ത് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ നമുക്ക് ഈ ബീഫ് തിരുമ്മി പിടിപ്പിക്കണം. മസാലയെല്ലാം തിരുമ്മി പിടിപ്പിക്കാം. അതിനുശേഷം ഒരു 6 വിസിൽ വരുന്ന അളവിൽ വേണം നമുക്ക് ബീഫ് വേവിച്ചെടുക്കാൻ. ബീഫ് അത്യാവശ്യം വേവുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ 6 വിസിൽ കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്ത് ഒരു 5 മിനിറ്റ് വെച്ച ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാം. കാരണം നമുക്കൊരു ഇത്തിരി ഗ്രേവി വേണം ഇതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം വേണ്ട, കാരണം ഇറച്ചി എപ്പോഴും വേവുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം വിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇറച്ചി വേവിക്കാൻ വെക്കുമ്പോൾ വെള്ളം അധികം ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് ഗ്രേവിയുടെ അളവനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കെല്ലാം ചേർത്ത് അടച്ച് മൂടി വെച്ച് വിസിൽ കേൾപ്പിക്കാം. ഒരു 6 വിസിൽ വരട്ടെ. ഫസ്റ്റ് വിസിൽ വന്ന ശേഷം ഫ്ലെയിം കുറച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് ബാക്കിയുള്ള വിസിലിലേക്കും നന്നായി നമ്മുടെ ബീഫ് വെന്ത് കിട്ടുള്ളൂ. ഈ കറി ഇപ്പം നമ്മൾ താളിക്കുന്നില്ല കേട്ടോ. കാരണം എന്താ അറിയോ, നമുക്ക് കപ്പ ബിരിയാണിയാണല്ലോ ഉണ്ടാക്കുന്നത്. കറി ആയിട്ടുള്ളപ്പോഴാണ് നമ്മൾ ബീഫ് താളിച്ച് കറിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഈ കറി മാറ്റി വെക്കാം. അതിനുശേഷം കപ്പ വേവിച്ചത് നോക്കാം. നേരത്തെ ഞാൻ കപ്പ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഉടച്ചെടുക്കണം. കപ്പ വേവിച്ച് താളിച്ചെടുക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാൻ, അതായത് കപ്പ ബിരിയാണി തയ്യാറാക്കാനുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക്, കുഞ്ഞു സവാള, അത്രയും മതി കേട്ടോ. ഇതുപോലൊരു കടായി വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായ ശേഷം നമുക്ക് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയൊക്കെ ഒരു ചെറിയ കഷ്ണം മതി, ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. വെളുത്തുള്ളി 1 മതി, പച്ചമുളക് ഒരു 2 മതിയാകും, സവാള ഒരു ചെറുത്. അതാണ് നമ്മൾ കപ്പ ബിരിയാണി തയ്യാറാക്കാൻ നേരത്ത് താളിക്കേണ്ടുന്ന പച്ചമസാല കൂട്ടുകൾ. ഇതെല്ലാം കൂടി നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ, നന്നായി വഴങ്ങി വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കപ്പ ഉലത്തൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ, കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ സംഭവം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ സവാള ഒന്ന് വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉടച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നന്നായി വേവുന്ന കപ്പയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് എനിക്കത് വേവിച്ച് ഉടച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ബീഫ് വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ കപ്പയും വേവിച്ച് ഉടച്ച് വെച്ചു. ഒരു പോർഷൻ, ഒരു പ്ലേറ്റിൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കുമല്ലോ അതിൻ്റെ മെത്തേഡ് മനസ്സിലാക്കാൻ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പിടുത്തം കിട്ടും പെട്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഒരു പോർഷൻ കാണിക്കുന്നത്. ഒരു 2 തവി അളവിൽ നമ്മൾ ഉടച്ചു വെച്ച കപ്പ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 2 തവി അളവിൽ നമുക്ക് ഈ വേവിച്ച് വെച്ച ബീഫ് കറിയും അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഗ്രേവിയും എല്ലും പീസും എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഈ കപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായി മിക്സ് ചെയ്ത് ഒന്നുകൂടെ വറ്റിച്ചെടുക്കാം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഗ്രേവി കുറച്ച് അളവിൽ വേണം എന്നുള്ളത്. നമ്മളിത് മിക്സ് ചെയ്ത് ചേരുമ്പോൾ കപ്പയുടെ കൂടെ എല്ലാം നന്നായിട്ട് കുഴഞ്ഞ് ആ ഒരു ഗ്രേവി വരുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ, അതിൻ്റെ ഒരു സ്വാദൊന്ന് വേറെ തന്നെയാണ്. ശരിക്കും നമുക്ക് ഈ കപ്പ ബീഫ്, കപ്പ മീൻകറി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ്. ഏതായാലും നമ്മളിവിടെ ഇടിച്ച കുരുമുളക് പൊടി ഒരു 2 പിഞ്ച് അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നന്നായി പൊടിച്ചതും ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 1 പിഞ്ച് അളവിൽ ഇട്ടാൽ മതി. ഇടിച്ച് ഇങ്ങനെ ചതച്ച കുരുമുളകില്ലേ, അതാണെങ്കിൽ 2 പിഞ്ച് അളവിൽ. അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയും 1 പിഞ്ച് അളവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇതൊരു സ്വാദൊന്ന് മുന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. മാത്രമല്ല ഈ ചതച്ച കുരുമുളക് പൊടിയാകുമ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ആ എരിവൊരു നല്ല ഒരു ചായയുടെ കൂടെയൊക്കെ നമ്മൾ ഈ ഒരു കപ്പ ബിരിയാണി കഴിക്കുമ്പോൾ ആ എരിവൊരു വല്ലാത്ത ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കുരുമുളകിൻ്റെ ക്രഷ്ഡ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ല ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന കപ്പ ബിരിയാണി. നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, ആ ഗ്രേവിയൊക്കെ കപ്പയിൽ ചേർന്ന് പിടിച്ച് നല്ല ഒരു ഡ്രൈനെസ്സോട് കൂടി എന്നാൽ നല്ല ഒരു ഗ്രേവി പോലെ ഉണ്ട് താനും. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇതൊക്കെ നിറച്ച് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ കുറച്ച് സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി അരിഞ്ഞെടുക്കുക എന്ന് പറയില്ലേ, കൊത്തി അരിഞ്ഞെടുത്ത ശേഷം ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് കരിവേപ്പിലയും ഒരു പച്ചമുളകും ഒക്കെ ഒരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ മേലെ ഒന്ന് അലങ്കരിക്കാം. ഗാർണിഷ് ചെയ്ത ശേഷം ഒരു കപ്പയുടെ പീസും ഒരു ചെറിയ ബീഫിൻ്റെ കഷ്ണവും പിന്നെ ആ സവാള എല്ലാം കൂടി ചേർത്ത് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കാം. കൊതി വരുന്നുണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.